ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ച് മധ്യപ്രദേശിൽ 14 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ചിന്ദ്വാഡയിലെ പരാസിയയിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത്. കോൾഡ്രിഫ് നിർമ്മാതാക്കളായ ശ്രീശൻ ഫാർമയ്ക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ പരാതി നൽകിയിട്ടുമുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, ഇപ്പോൾ കുട്ടികളുടെ മരണസംഖ്യ അത് 14 ഉയർന്നിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ചികിത്സയിലുണ്ടോ? ഈ മരുന്നുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? രതീഷ്, 6 കുട്ടികൾ കൂടി ചികിത്സയിലുണ്ട്. ഇതിൽ 5 കുട്ടികളും ഉള്ളത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഒരു ആശുപത്രിയിലാണ്. ഒരു കുട്ടി ചിന്ദ്വാഡയിൽ തന്നെയാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. ഇവരുടെ എല്ലാം തന്നെ നില അത്രത്തോളം തൃപ്തികരമല്ല എന്നുള്ള കാര്യം തന്നെയാണ് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും നടപടികൾ കൂടുതൽ കർശനമാക്കുന്നു. ഈ പ്രവീൺ സോണി എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ മരിച്ച കുട്ടികൾക്കെല്ലാവർക്കും, ചിന്ദ്വാഡയിലെ കുട്ടികൾക്കെല്ലാവർക്കും ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ആ ഒരു കഫ് സിറപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇദ്ദേഹം ഒരു സർക്കാർ ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിയ കുട്ടികൾക്കാണ്, രോഗികൾക്കാണ് ഈ മരുന്ന് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കോൾഡ്രിഫിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ശ്രീശൻ ഫാർമ, അവർ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അവർക്കെതിരെയും ഒരു FIR ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൾപ്പബിൾ ഹോമിസൈഡ് ഉൾപ്പെടെ, അതായത് കുറ്റകരമായിട്ടുള്ള മരണങ്ങൾ, കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കർശനമായിട്ടുള്ള നടപടികളായിരിക്കും എന്തായാലും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് എതിരെയും എടുക്കാൻ പോകുന്നത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സർക്കാർ വൃത്തങ്ങൾ സൂചനകൾ നൽകുന്നുണ്ടോ? ആരോഗ്യ വിദഗ്ധർ സൂചന നൽകുന്നുണ്ടോ? ഈ മരുന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതല്ലേ? ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നല്ലേ? അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവാണോ? നിർമ്മാണത്തിലെ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അനുവദിച്ചതിലും അധികം ഈ ടോക്സിക് കണ്ടന്റ്, അതായത് ഡൈത്തറിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന വിഷാംശത്തിൻ്റെ കണ്ടന്റ് ഈ മരുന്നിൽ ഉണ്ടായിരുന്നു. 48.6% കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ചെന്നൈയിലൊരു ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ പരിശോധന നടത്തിയ സമയത്ത്, അതായത് കൃത്യമായി വലിയ തോതിൽ ഈ വിഷാംശം അടങ്ങിയത് ഈ കുട്ടികൾ കഴിച്ചു. അങ്ങനെ ഈ ലിവറിനെയും കിഡ്നിയെയും ബാധിച്ച് കിഡ്നിയെല്ലാം തന്നെ പ്രവർത്തനരഹിതമായതിന് പിന്നാലെയാണ് ഈ മരണങ്ങളെല്ലാം തന്നെ സംഭവിച്ചത്. അത്തരത്തിലുള്ള നിർമ്മാണ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ആ ഒരു ചുമ മരുന്ന് അത് നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ ഇതിൻ്റെ ഈ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിലും ഇപ്പോൾ കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടൊരു യോഗം കൂടി എല്ലാ സംസ്ഥാനങ്ങളിലെയും അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. മരണസംഖ്യ 14 ഉയർന്നിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ നിലയും അല്പം മോശമാണ് എന്ന വിവരമൊക്കെയാണ് പുറത്തുവരുന്നത്.